ഹലോ ഗായ്സ്, പുതിയ എപ്പിസോഡിലേക്ക് സ്വാഗതം. അപ്പൊ നമ്മളിന്ന് റിവ്യൂ ചെയ്യാൻ പോകുന്നത് എക്കോ എന്ന് പറഞ്ഞ മൂവിയാണ്. നമ്മൾ ലേറ്റ് ആയല്ലേ, ഓൾറെഡി കണ്ടു കഴിഞ്ഞിട്ടുണ്ടാവും. ഡയറക്റ്റഡ് ബൈ ഡിഞ്ജിത്ത് അയ്യത്തൻ, റൈറ്റർ സിനിമാറ്റോഗ്രാഫി ബാഹുൽ രമേശ്. അടിപൊളി പടം. യെസ്, സ്പെഷ്യലി സിനിമാറ്റോഗ്രാഫി, ഷൂട്ടിംഗ്, ഇതിന്റെ ലൊക്കേഷൻ, ഇതൊക്കെ എടുത്തു പറയാനിരിക്കുന്നല്ലേ. ഞാൻ ഇന്നത്തെ ഇപ്പോഴത്തെ ഷോ കഴിഞ്ഞ് ഇറങ്ങിയുള്ളൂ. അടിപൊളി. എന്താ ഷോട്ട് ഒക്കെ നന്നായിട്ട് അല്ലേ, അതിന്റെ ഏരിയയും ലൊക്കേഷനാണ് അതിന്റെ ഹൈലൈറ്റ്. കണ്ണിന് ഭയങ്കര കുളിർമയും പടം കണ്ടു കഴിഞ്ഞിട്ട് അല്ലേ. അതെ അതെ അതെ. ലാസ്റ്റ് ഇത് സ്പോയിലർ അലേർട്ട് ആണ് ഗൈസ്. നമ്മളിതില് കഥ എല്ലാരും കണ്ടു എന്ന് പ്രതീക്ഷിക്കുന്നു. ഓൾമോസ്റ്റ് എല്ലാരും കണ്ടു, നമ്മൾ മാത്രമേ ലാസ്റ്റ് കണ്ടത്. അതെ അതെ അതെ. എല്ലാരും തീർച്ചയായിട്ടും തിയേറ്ററിൽ പോയി കാണണം. സന്ദീപിന്റെ അഭിനയൊക്കെ അടിപൊളിയായിരുന്നു. എല്ലാരും നല്ലോണം പെർഫോം ചെയ്തു. പ്രത്യേകിച്ച് ഹിന്ദി നടന്റെ പേരെന്താ, കുരിയച്ചനായിട്ട് അഭിനയിച്ചത്. അത് ഹിന്ദി നടനാണ്. സൗരഭ് സച്ദേവ, സന്ദീപ്, പിന്നെ വിനീത് നന്നായി അഭിനയിച്ചു. പിന്നെ പപ്പുവിന്റെ മോൻ ബിനു പപ്പു, നരേൻ കൊറേ കാലത്തിന് ശേഷം ഇടയ്ക്കൊക്കെ മൂവീസ് വിനീതും കൊറേ അല്ല, ഇവരിടയ്ക്ക് മൂവീസ് ചെയ്യും, പക്ഷെ അങ്ങനത്തെ ഹിറ്റ് കിട്ടുന്നത് അതെ അതെ ഹിറ്റ് കിട്ടുന്നത് അങ്ങനെ അവർക്ക് ഇടയ്ക്കൊക്കെ കിട്ടുള്ളൂ. നല്ല ചുമയുണ്ടല്ലോ, ഗുളി കഴിച്ചാ. അങ്ങനെ ഇത് ഒരു പ്രത്യേകിച്ച് ഡോഗ് വളർത്തുന്നവർക്കൊക്കെ പട്ടികളോട് ദേഷ്യമുള്ളവർക്ക് പോലും അവരോട് ഇഷ്ടം തോന്നും. അതെ, ഇത് ബ്രീഡേഴ്സിനെ കുറിച്ചുള്ളൊരു കഥ. അതിന്റെ ബേസ്ഡ് ആണ് ഈ സ്റ്റോറി ഫുള്ള് മൂവ് ചെയ്യുന്നത് അല്ലേ. അതെ, പക്ഷെ വിചാരിക്കാത്ത ക്ലൈമാക്സ് ഒക്കെ ആയിരുന്നു. അതെ, വിചാരിക്കാത്ത ഒരു ട്വിസ്റ്റുകളുണ്ട്. അതായത് ഈ പ്ലോട്ട് തന്നെ ഈ മൂവിയുടെ വൺലൈൻ തന്നെ ഒരു പെക്യുലർ, നമുക്ക് ഇങ്ങനെ പെട്ടെന്ന് പറഞ്ഞു തീർക്കാൻ പറ്റും. പ്രത്യേക പ്ലോട്ട് ആയിരുന്നു, ഇതുവരെ കാണാത്ത. അതെ, ഇനി കൊറിയൻ മൂവീസിലും എനിക്കറിയില്ല, വല്ലയിടത്തും ഇൻസ്പയർഡ് ആവുമെന്ന് നമുക്കറിയില്ല. പക്ഷെ അവരെടുത്ത് വെച്ച ശൈലി, ഇപ്പൊ കോപ്പീഡ് ആണെങ്കിൽ പോലും എടുത്ത് വെച്ച ശൈലിയൊക്കെ അടിപൊളിയുണ്ട്. ക്യാമറ വർക്ക്, കാണാത്ത തരം ഷോട്ടുകളൊക്കെ. മൊത്തം മലയുടെ മുകളിലാണ് ഈ ഒരു സിനിമ അല്ലെ. കാട്, ഇങ്ങനെ വാട്ടർഫോൾസ്, അതിന്റെ ഒക്കെ ഇടയിലാണ്, നേച്ചറിലാണ്. അതെ. ഈ സന്ദീപിന്റെ അഭിനയം എന്താ പറയാ, എല്ലാ സിനിമയിലും ചെറിയ റോളും വലിയ മെയിൻ റോൾ തന്നെയാണ് പുള്ളി. പക്ഷെ ഞാൻ പുള്ളിയുടെ ഫാനായിരുന്നു കേട്ടോ പണ്ട്. അതായത് പുള്ളിയുടെ ഒരു നമ്മൾ ഡിഗ്രിക്കൊക്കെ പഠിക്കുന്ന സമയത്ത് ശാന്തി മുഹൂർത്തം എന്ന് പറഞ്ഞിട്ട് ഷോർട്ട് ഫിലിമൊക്കെ ഉണ്ടായിരുന്നു, ഇവനും വേറൊരാളൊക്കെ ആയിട്ടും. പക്ഷെ അതിൽ ഞാൻ ആജി പുള്ളി എന്തുകൊണ്ട് ആക്ടിങ് രീതിയിലേക്ക് വരുന്നത്. അന്ന് പുള്ളിക്ക് 15 വയസ്സൊന്നുമില്ല, ചെറിയ പ്രായമാണെന്ന് തോന്നുന്നു. പക്ഷെ ഇപ്പൊ അടിപൊളി അഭിനയം എല്ലാ സിനിമയിലും. പടക്കളല്ലേ, പടക്കുതിര അല്ലേ. അതിലും അടിപൊളിയായിരുന്നു. അതായത് ഇങ്ങനെ അവന്റെ ക്യാരക്ടർ സ്വിച്ച് ചെയ്തിട്ട് ജിംഖാനയിലും അടിപൊളിയായിരുന്നു. ഒരു രക്ഷയില്ലാത്ത അവനെ ടോപ്പിലേക്ക് നല്ല രീതിക്ക് എത്താൻ. അതായത് നസ്ലിൻ, മാത്യു, അവരൊക്കെ ഒരു ഏജ് ഗ്രൂപ്പിനാണ് തോന്നുന്നു. അതില് ഇപ്പൊ ടോപ്പായിട്ട് നിൽക്കുന്നത് ഇവരെ രണ്ടുപേരെ കാട്ടും അല്ലേ. വേഴ്സറ്റാലിറ്റി ഉണ്ട് പുള്ളി ചെയ്യുന്ന, എടുത്തു വെക്കുന്ന കഥാപാത്രങ്ങൾ ഓരോന്നും ഓരോ ടൈപ്പ് കഥാപാത്രങ്ങളാണ്. സ്ലാങ് ആയാലും എല്ലാം റിയലിസ്റ്റിക് ആയിട്ടാണ്. അതെ, നമുക്ക് ശരിക്കും പുള്ളി അതിൽ ഇങ്ങനെ ജീവിക്കണം പോലൊരു ഫീലിംഗ് വരാം. സൂപ്പറായിരുന്നു. നല്ല മൂവി, മസ്റ്റ് തിയേറ്റർ വാച്ച് ആണ്. അയ്യോ, പടത്തിന്റെ ലാസ്റ്റ് വന്നിട്ടുണ്ടല്ല. ലാസ്റ്റ് സത്യമായി എല്ലാവർക്കും മനസ്സിലാവും, നമുക്ക് മനസ്സിലാവാണ്ടിരുന്നു. മനസ്സിലാവാണ്ടിരിക്കും ഉണ്ടാ, പിന്നീട് അത് ആലോചിച്ചെടുക്കണം എന്തായിരിക്കും. ലാസ്റ്റില് നമ്മൾ ഒരു പോയിന്റ് ഓഫ്, നിങ്ങളും പറയാം കമന്റ്സിൽ, കമന്റ് ചെയ്യാൻ ബിലോ. ലാസ്റ്റില് കാണിക്കുന്ന ഷോട്ടാണ്, മൂവി കണ്ടവർക്ക് മനസ്സിലാവുള്ളൂ. സ്പോയിലർ അലേർട്ട്. എന്താണ്, ബൈനോക്കുലർ വെച്ചിട്ട് മലാത്തി തള്ള നോക്കുന്നുണ്ട്. മലാത്തി അമ്മ നോക്കുന്നുണ്ട് നമ്മുടെ മറ്റേ മലയിൽ, അപ്പുറത്തെ മലയിൽ. അങ്ങനെ നോക്കിക്കൊണ്ടിരിക്കുമ്പോൾ നമുക്ക് മനസ്സിലാവുന്നത്, നിനക്ക് എന്താണ് മനസ്സിലായത്? എനിക്ക് കുറെ മനസ്സിലായി. അതായത് ലാസ്റ്റിൽ ചെറിയ കൺഫ്യൂഷൻ. അതായത് ലാസ്റ്റിൽ വന്നപ്പോ എന്താണെന്ന് വെച്ചാലേ, സന്ദീപ് ഇല്ലേ, ലൈക്ക് അവന്റെ, അതായത് അത്രയും നേരം ഞാൻ വിചാരിച്ച അവൻ മറ്റവർക്ക് സപ്പോർട്ട് ചെയ്തിട്ട് നിൽക്കുന്നതെന്ന് വിചാരിച്ച.
മറ്റേ അതായത് കുര്യച്ചനെ കണ്ടുപിടിക്കാനായിട്ട് അവൻ സപ്പോർട്ടാന്ന് വിചാരിച്ചത്. പിന്നെയാണ് മനസ്സിലായത് വിനുപപ്പുവിനും മറ്റേ കൂടുതലുള്ള ആക്ടറിനെയും അവൻ കൊല്ലാൻ നോക്കിയിട്ട് കുര്യച്ചനെ സേവ് ചെയ്യാൻ പോകുന്നു. പിന്നെ എനിക്ക് മനസ്സിലായത് ബേസിക്കലി അവൻ ആദ്യം മുതൽ അവസാനം കുര്യച്ചനെ അന്വേഷിച്ച് വരുന്ന ആൾക്കാരെയൊക്കെ എങ്ങനെയെങ്കിലും തീർക്കാൻ നോക്കി അവരെ സൈഡിൽ നിന്നിട്ട് തീർക്കാതെ നമ്മള് മണ്ടന്മാരെ വിശ്വസിച്ചു. ബേസിക്കലി ഹ്യൂമൻ ഡോഗ് ആയിട്ടാണ് വർക്ക് ചെയ്തത്. അതിന്റെ റൈറ്റ് വേർഡ് അതാണ്, ഹ്യൂമൻ ഡോഗ്, വളർത്തു പട്ടി. പക്ഷെ ഇൻ ദ ഫോം ഓഫ് ഹ്യൂമൻ. അപ്പൊ പിന്നീടാണ് അത് മനസ്സിലാവുന്ന ഏത് എന്തൊരു പേര് സന്ദീപാണ് a dog of കുര്യച്ചൻ. who is there to protect. പക്ഷെ അതൊരു പോയിന്റ്. ഈവൻ അഗെയിൻസ്റ്റ് മലയാത്തി അമ്മ ആണോ? അതാണ് എൻ്റെ ആ നൈഫ് കൊല്ലാൻ നോക്കുമ്പോൾ പട്ടികളൊക്കെ സറൗണ്ടഡ്. സോ പിന്നീട് നമുക്ക് മനസ്സിലാകുന്ന കാര്യം ഇവൻ ലാസ്റ്റിലാണ് അമ്മയ്ക്ക് അഗെയിൻസ്റ്റ് ആവാ. അതെ, പിന്നീട് നമുക്ക് ലാസ്റ്റ് ഇതില് മെയിൻ പോയിന്റ് ഇതിന്റെ ട്വിസ്റ്റ് എവിടെ വന്നെന്ന് വെച്ചാല് മറ്റേ കുര്യച്ചനല്ല വിനീത് വന്നിട്ട് ഈ മലാത്തി അമ്മയുടെ അടുത്ത് വന്ന് പറയുന്നുണ്ട്, നിങ്ങളുടെ ഫസ്റ്റ് ഭർത്താവിനെ കൊന്നിട്ടൊന്നുമില്ല, മരിച്ചിട്ടൊന്നുമില്ല, ഫസ്റ്റ് ഭർത്താവ് ജീവനോടെ തന്നെ ഉണ്ട്, പക്ഷെ ഞങ്ങൾക്ക് നിന്നെ ഷെയർ ചെയ്യാം, ഞങ്ങൾക്ക് നിങ്ങൾ അങ്ങനെ നെഗറ്റീവിന് വേണ്ടിട്ട് ഷെയർ ചെയ്യാൻ വേണ്ടിട്ട് ഇവൻ കുര്യച്ചൻ പറ്റിച്ചാന്ന് പറയും. പക്ഷെ അത് അമ്മ മലയാത്തി അത് വിശ്വസിക്കില്ല. എന്നിട്ട് കുര്യച്ചൻ ഇങ്ങനെ ഇടയ്ക്ക് ഒളിവിൽ പോയിട്ട് വരുമല്ലോ, അപ്പൊ ക്വസ്റ്റ്യൻ ചെയ്യുമ്പോ കുര്യച്ചൻ സമ്മതിക്കും, പറഞ്ഞ ശരിയാന്ന് പറയുമ്പോ മലയാത്തിക്ക് ഇപ്പൊ വിഷമവും കരയും ആ സ്ത്രീ. അതായത് പുള്ളിക്കാരിക്ക് ഫസ്റ്റ് ഹസ്ബൻഡിന്റെ ഭയങ്കര പ്രേമായിരുന്നു അല്ലേ, ഭയങ്കര പ്രേമായിരുന്നു. പക്ഷെ ഈ കുര്യച്ചൻ ഇങ്ങനെ ഒരു ഗ്യാപ്പിൽ വന്ന് ഗ്യാപ്പിൽ വന്ന് ഗോളടിച്ച് അത് പട്ടികളെ കൊന്നിട്ട് പുള്ളി ഉടമസ്ഥത പുതിയ പട്ടികളെ സ്ഥാപിച്ചിട്ട് അവര് ട്രെയിൻ ചെയ്തെടുത്ത് പട്ടീനെയും ഭാര്യനെയും കൊണ്ടുപോയി. അത് പ്രൊട്ടക്ഷൻ റെസ്ട്രിക്ഷൻ ആ ഒരു കോൺസെപ്റ്റ് ഭയങ്കര വൈറലായി. റെസ്ട്രിക്ഷൻ സംടൈംസ് പ്രൊട്ടക്ഷൻ ബിക്കംസ് റെസ്ട്രിക്ഷൻ. അപ്പൊ രണ്ടാമത് നമുക്ക് മനസ്സിലായത് അത് അമ്മയുടെ ആ മലയാളത്തിൽ അമ്മയുടെ കൺട്രോളിലായിരുന്നു മൊത്തം പട്ടികൾ. അവര് പറയുന്ന നേതൃത്വത്തിലാണ് ഈ പട്ടികളൊക്കെ. സന്ദീപ് എത്രകാലം വിചാരിച്ചത് ഈ എന്താ പറയാ ഓർഡേഴ്സ് ഒക്കെ കൊടുക്കുന്നത് കുര്യച്ചനാന്ന് വിചാരിച്ചത്. സന്ദീപ് കുര്യച്ചനെ കണ്ടിട്ടില്ല, എവിടെ ഇരുന്നിട്ട് ഓർഡേഴ്സ് കൊടുക്കാൻ ആർക്കും അറിയില്ല ഗുഹയിലാണെന്നാണ് ആൾക്കാർ പറയുന്നത്. സന്ദീപിന്റെ പേര് പിയൂസ് എന്നാ. പക്ഷെ ഈ പിയൂസ് എങ്ങനെ ഒറിജിനൽ പിയൂസിനെ ഹൈജാക്ക് ചെയ്ത് കയറി എന്നുള്ളത് ഒരു ലൂപ്പ് ഹോളായിട്ട് എനിക്ക് അത് മനസ്സിലായില്ല. അത് നിങ്ങൾക്ക് മനസ്സിലായി? ഞാൻ ഗൂഗിള് വായിച്ചിട്ട് പോലും എനിക്ക് മനസ്സിലായില്ല. അതായത് സന്ദീപ് അതായത് ശരിക്കും ഇവര് മക്കളെ അപ്പോയിന്റ് ചെയ്ത പിയൂഷ് വരാനിരുന്നതാണ്. പക്ഷെ അതിന്റെ ഇടയിൽ കൂടെയാണ് ഈ പിയൂഷ് വന്നത്. കേറി വന്നിട്ട് മാസം ഇവർക്ക് കമ്മീഷൻ കൊടുക്കുന്നുണ്ടായിരുന്നു. അവന് കിട്ടുന്ന സാലറിയിൽ മാസം 2 പേർക്ക് പോകുന്നുണ്ടായിരുന്നു സാലറി. അതൊരാളാണ് പിയൂഷ്. ഇങ്ങനെയൊക്കെയാണോ കമന്റ് വായിക്കും പറയാൻ പറ്റും. അത് പറഞ്ഞിട്ടുണ്ടായി, മൂവിയിൽ ശ്രദ്ധിച്ചില്ല. ചില ഡയലോഗൊന്നും ഞാൻ ശ്രദ്ധിച്ചില്ല കേട്ടോ. ഞാൻ ആക്ച്വലി ഒരു പ്രാവശ്യം കണ്ടു, ഞാൻ രണ്ടാമത് ഇവിടെ കാണിക്കാനാണ് പോയത്. അങ്ങനെയാണ് കുറച്ചുകൂടെ ഇവിടെ ഇല്ലായിരുന്നു. ഓക്കെ, അപ്പൊ അതങ്ങനെ ശരിക്കും രണ്ടാമത്തെ കാണുമ്പോൾ കുറച്ചും കൂടി ഒരു ക്ലാരിറ്റി കിട്ടിയ അല്ലേ? അതെ അതെ, വേറെ ഒരു ഇത് പിന്നീട് മനസ്സിലാകുന്നത് ഈ മലയാളത്തി അമ്മയാണ് നമ്മുടെ എന്താണ് കുര്യച്ചനെ ട്രാപ്പ് ചെയ്ത് വെച്ചിരിക്കാം. ഏതോ ഒരു മലയിൽ ഏതോ ഗുഹയിൽ ഈ പട്ടികളുടെ പെർമിഷനില്ല പുള്ളിക്ക് ഇറങ്ങാം. പുള്ളി എവിടെ സ്റ്റക്കാണ്, പുള്ളി എവിടെയാണെന്ന് ആർക്കും മനസ്സിലാവുന്നുണ്ട്. അപ്പം സമയത്തിന് ഫുഡ് കൊടുക്കുന്നുണ്ട്. അത് ഒരു സീനിൽ എനിക്ക് മനസ്സിലായി. വുഡൻ ബാംബൂല് കുഴലിനകത്ത് ചോറ് കണ്ടു ഇവൻ തിരിച്ചു വരുമ്പോ. അപ്പം ഈ പട്ടികളുമായിട്ട് ഇവൻ കമ്മ്യൂണിക്കേറ്റ് ചെയ്യുന്നു. ഐ മീൻ ഫുഡ് കൊടുക്കുന്നുണ്ട് സമയത്തിന്. ഇപ്പൊ സമയത്തിന് കൊടുക്കുന്നുണ്ട്, അത് മനസ്സിലായി. അപ്പം അപ്പോ എല്ലാം പുള്ളിക്കാരുടെ കൺട്രോളിലായിരുന്നു. ഇൻ ദി എൻഡ് അവിടെയാണ് ചതി മനസ്സിലായപ്പോ തൊട്ടാ, അല്ലാണ്ട് സ്റ്റാർട്ടിങ് തൊട്ടൊന്നുമല്ല. കുര്യച്ചൻ ഇടയിൽ കയറി ഫ്രോഡ്, അതായത് ഫസ്റ്റ് ഭർത്താവിനെ മരിച്ചെന്നാ നോണ പറഞ്ഞിട്ടുള്ള വിഷമത്തിലാണ് പുള്ളിക്കാരി. ചതിക്കാൻ പാടില്ല നമ്മൾ ആരും. അടിപൊളി കണ്ടിരിക്കാം. ഒരു പ്രത്യേക ഒരു പ്രത്യേക ഒരു എക്സ്പീരിയൻസ് ഇങ്ങനെ കടന്നു പോയ ഒരു ഫീല് അല്ലേ? ഇത് സൂപ്പറായിരുന്നു. ആ പട്ടികളൊക്കെ കണ്ട് പേടിയാവൂലേ?
തിയേറ്റർ മൊത്തം കൊര. അത് ലൈക്ക് അവരോട് സ്നേഹം തോന്നുകയും ചെയ്യും, കാരണം അവരെ ഒരു 1 മാസ്റ്റർ ഡോഗ് ആണല്ലോ അത്. എന്നാ അതിനു വേണ്ടി ഏത് അറ്റം വരെ അവര് പോകുന്നു. ഫുൾ കിങ്ഡം, അതാ ഏരിയ മൊത്തം ആ കമാൻഡ് കിട്ടുന്ന വരെ അവരുടെ കൺട്രോളിലാണ് നായ്ക്കളുടെ. അങ്ങനെ പട്ടിനെ മേടിക്കണം. അതൊരു റയർ ബ്രീഡാന്നൊക്കെ പറഞ്ഞ എനിക്ക് തെരുവ് കെട്ടിയായിട്ട് തോന്നി. സാധാ ഡോഗായിട്ട് തോന്നിയത്. പക്ഷെ അത് ബ്രീഡാണ്. അവരവിടെ സിനിമയുടെ അകത്ത് അതിനെ ബ്രീഡായിട്ട് അവര് കണക്കാക്കുന്നത്. പ്യുവർ ബ്രീഡാണ്. ഇവിടെ മാത്രം, അതായത് വേറെ പെൺപട്ടികൾ വന്നാലൊന്നും, അല്ല വേറെ മെയിൽ ഡോഗ് വന്നാൽ പോലും ഒരു കൂടെ പോവില്ല. പോയി എന്തിനു വേണ്ടി മറ്റേ നേവിക്കും പട്ടാളത്തിനൊക്കെ പണ്ട് കാലത്ത് ആവശ്യമുണ്ടായിരുന്നു. അപ്പം അതിന് വേണ്ടിയായിട്ട് പ്യുവർ ബ്രീഡിനെ പോയി തപ്പി എടുക്കുന്നത് ഇവരുടെ പണി. കഥ മൊത്തം ഇതിന്റെ പുറത്താണ്. നല്ല കണ്ടിരിക്കുക, എല്ലാവരും പോയി തിയേറ്ററിൽ കാണാം. ഭയങ്കര ഡയലോഗ് ഓറിയന്റഡ് മൂവിയാണ്. എന്നാ കറക്റ്റ് ഡയലോഗ് മിസ്സാക്കാൻ പാടില്ല. ബിനുപപ്പിന്റെ ഒരു ഇന്റർവ്യൂവിൽ ഞാൻ കണ്ടു, പേളിമണിയായിട്ടുള്ള ഡയലോഗ് നല്ല ശ്രദ്ധിച്ചിരിക്കണം. കാരണം കൂടുതൽ ഡീറ്റെയിൽസ് അവർ ഡയലോഗിൽ കൂടെ ഇങ്ങനെ പറഞ്ഞു പോകുന്നുണ്ട്. ഹിസ്റ്ററി അങ്ങനത്തെ കാര്യങ്ങളൊക്കെ, ബാക്ക് സ്റ്റോറി എന്താന്നുള്ളതൊക്കെ അത് കറക്റ്റ് ശ്രദ്ധിച്ചാൽ പടം അടിപൊളിയായിട്ട് ആസ്വദിച്ചിട്ട് വരാം. നിങ്ങൾ അറിയിക്കുക നിങ്ങൾക്ക് എന്താ തോന്നിയത്, നിങ്ങളുടെ പോയിന്റ് ഓഫ് വ്യൂ. ഓക്കെ ഗൈസ്, നിങ്ങളുടെ പോയിന്റ് ഓഫ് വ്യൂ അറിയിക്കുക കമന്റ്സിൽ കൂടെ. തിയേറ്റർ മസ്റ്റ് വാച്ച് ആണ്. ഇത് നോർമൽ 2D മൂവിയാണ്. ഞാൻ സത്യം 3D ആണെന്ന് വിചാരിച്ചു. ഇത് 3D ആണ് ഞാൻ പൊളിച്ചാണ്. ഇങ്ങനത്തെ ഒക്കെ മൂവീസ് എല്ലാവരും പ്രൊമോട്ട് ചെയ്യാൻ നോക്കാം. ലൈക്ക് അല്ലേ, വലിയ വലിയ കാസ്റ്റുകളൊന്നും ഇതിന്റെ അകത്തില്ല. അന്ന് ഉള്ള കാസ്റ്റിംഗ് അടിപൊളി, സിനിമയ്ക്ക് ആപ്റ്റായിട്ട്. അത് പൊടി അവിടെ വെച്ചോ. അപ്പോൾ ഗൈസ്, പ്രൊമോട്ട് ഈക്കോ നേച്ചർ.